രേണു സുധിക്ക് വാണിംഗ് കൊടുത്ത ലാലേട്ടൻ മാപ്പ് പറഞ്ഞ് രേണു സുധി. ഇത്രയും വലിയ തെറ്റാണോ രേണു ചെയ്തത്? രേണു എന്ത് തെറ്റാണ് ചെയ്തത്? ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു അല്ലേ, അത് ശരിയാണോ? കുറച്ച് പേര് കമന്റ്സിൽ ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ, നോക്കാം നമുക്ക് ഇതിലെന്താണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ രേണു സുധിയുടെ കാര്യം, അപ്പോൾ ഇന്നലെ രേണുവിന് ഒരു വീഡിയോ ഇട്ട് കാണിച്ചു കൊടുത്തു ലാലേട്ടൻ. ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് പൊതുവേ ഇന്ന് ഒരു 2-3 ദിവസം കൊണ്ട് എല്ലാവരും അന്വേഷിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. രേണു ബിഗ് ബോസിനകത്തല്ലേ, പിന്നെ എങ്ങനെയാണ് രേണു ഇവിടെ വെച്ച് വീഡിയോ ഇടുന്നത്? അതും ആ വീഡിയോയ്ക്കകത്ത് പറയുന്നത് ഞാൻ ഫസ്റ്റ് വീക്ക് നോമിനേഷനിലാണ്, എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്. സോ കമന്റ് ബോക്സിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാനും പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ നോർമലി നമ്മൾ യൂട്യൂബ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരെല്ലാം ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ എല്ലാവരും വീഡിയോ ചെയ്യുന്നതാണ്. പക്ഷേ രേണുവിൻ്റെ വീഡിയോ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് കാര്യം, രേണു അതിനകത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഫസ്റ്റ് വീക്കിൽ നോമിനേറ്റഡ് ആണ്, എനിക്ക് എല്ലാവരും വോട്ട് ചെയ്യണം. ആ ഒരു സെൻറ്റൻസ് ആണ് സത്യം പറഞ്ഞാൽ പണി കിട്ടിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നോർമലി ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയ്ക്കകത്ത് ഇഷ്ടം പോലെ യൂട്യൂബേഴ്സ് പോയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഭയങ്കര വലിയ യൂട്യൂബേഴ്സായ എൽവിഷ്, UK റൈഡർ, അർമാൻ മലിക്, ഫുക്ര ഇൻസാൻ, മനീഷ റാണി എല്ലാവരും പോയിട്ടുണ്ട് നമ്മുടെ ഇതിലാണ് ബിഗ് ബോസ് ഹിന്ദിയിലൊക്കെ. സോ ഇവരെല്ലാവരും വീഡിയോസ് ഇടുന്ന ആൾക്കാരാണ്. UK റൈഡറിനൊക്കെ മില്യൺസ് ആണ് വ്യൂസ് ഉള്ളത്. അപ്പം ഈ പുള്ളിക്കാരൻ അകത്തുണ്ടായിരിക്കുമ്പം ഇവരുടെ വീഡിയോ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എല്ലാ ദിവസവും. അപ്പം ഞാൻ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് പോയ വീഡിയോസാണ്. അപ്പം അതിനകത്തൊന്നും ഞാൻ നോമിനേറ്റഡ് ആയിട്ടുണ്ട്, എനിക്ക് വോട്ട് ചെയ്യണം എന്ന് ഇവർ പറയണത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഇവർക്കൊക്കെ ഈ വീഡിയോസൊക്കെ അവർക്കൊരു ഇൻഫ്ലുവൻസ് ചെയ്യും ആൾക്കാരിൽ. കാര്യം ഇവർ ബിഗ് ബോസ് വീട്ടിലായിരിക്കുമ്പോഴും ഇവരുടെ വീഡിയോസ് ഔട്ടാണ്. ഓരോ ദിവസം ഇവരെല്ലാവരും 100 ദിവസത്തേക്കുള്ള വീഡിയോ സെറ്റ് ചെയ്ത് വെച്ച് പോയ ആൾക്കാരുണ്ട്. അതെ, 100 ദിവസത്തേക്കുള്ള വീഡിയോ യൂട്യൂബിൽ സെറ്റ് ചെയ്ത് പോയി വെച്ച വലിയ വലിയ യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ ആദ്യമെല്ലാം ഈ യൂട്യൂബേഴ്സിനെ ബിഗ് ബോസിൽ നിന്ന് അല്ലെങ്കിൽ മെയിൻ ബിഗ് ബോസിൽ നിന്ന് ഒഴിവാക്കി വെച്ചിരുന്നതാണ്. കാര്യം ഇവരെയൊക്കെ എന്തിനു കയറ്റണം എന്നുള്ളത്. പക്ഷേ ഇവരെ കയറ്റിയാൽ ഭയങ്കര സോഷ്യൽ മീഡിയ ഹൈപ്പ് ഉണ്ടാകുമെന്ന് ഹിന്ദി ബിഗ് ബോസിന് മനസ്സിലായി. OTTയിൽ കയറ്റാനാണ് ഇരുന്നത്. മിക്ക 2-3 പേരെയൊക്കെ OTTയിലാണ് കയറ്റിയത്. പക്ഷെ പിന്നെ ഇവർക്ക് മനസ്സിലായത് OTTയിൽ നല്ല ഒരു റീച്ച് ഉണ്ടാക്കി. കാര്യം യൂട്യൂബേഴ്സ് OTT ബിഗ് ബോസിൽ വരും. OTT ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു 2 മാസത്തേക്കുള്ളതാണ്. OTTയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, നമുക്ക് ഹോട്ട്സ്റ്റാറിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ, TV-യിൽ ഇല്ല. അപ്പോൾ അതിലേക്ക് യൂട്യൂബേഴ്സിനാണ് കൂടുതൽ എടുത്തത്. അവരെ കൊണ്ടുവന്നപ്പം ഭയങ്കര ഹൈപ്പായിരുന്നു. കാര്യം ഇവർ ഭയങ്കര ഹൈപ്പുള്ള യൂട്യൂബേഴ്സ് ആയിരുന്നു. ഭയങ്കര കോൺട്രോവേഴ്സിയും ബഹളവും ഫാൻ ഫൈറ്റും ഒക്കെ ഉണ്ടായി. ഭയങ്കര ഇതായിരുന്നു അത്. അതിനുശേഷം ഇവർ എല്ലാ സീസണിലും യൂട്യൂബേഴ്സിനെ എടുക്കാൻ തുടങ്ങി. മെയിൻ സീസണിലും ഈ ബിഗ് ബോസ് 19ലും ഇവർ യൂട്യൂബേഴ്സിനെ എടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? കാര്യം അത്ര ഹൈപ്പാണ്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അത്ര ഇൻഫ്ലുവൻസ് ആണ്. നമ്മൾ ഒരു പഴയ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ എടുക്കണേക്കാട്ടിയും ഹൈപ്പായിരിക്കും ഇപ്പോൾ നിൽക്കുന്ന മെയിൻ സ്ട്രീം യൂട്യൂബേഴ്സിനെ ബിഗ് ബോസിലേക്ക് എടുത്താൽ. സോ അതുകൊണ്ട് തന്നെ ഹിന്ദിയിൽ ഇപ്പം യൂട്യൂബേഴ്സിനെ വിട്ടിട്ടുള്ള കളിയില്ല. OTTയിലും ഞാൻ വിളിച്ച് OTTയിൽ മാത്രമേ എടുക്കുള്ളൂ. പക്ഷേ ഇപ്പം മെയിൻ ബിഗ് ബോസിൽ വരെ എടുക്കുന്നുണ്ട്. ഇപ്പം കൺഫേംഡ് ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ട്. ഓൾറെഡി കൺഫേംഡ് ലിസ്റ്റിലൊക്കെ എല്ലാവരും യൂട്യൂബേഴ്സിൻ്റെ പേരുകൾ പറയുന്നുണ്ട്. ഈ സീസൺ വരാൻ പോകുന്ന സീസണിൽ ഹിന്ദിയിലാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ രേണുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രേണു എനിക്കൊന്ന് അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ചു, ചേച്ചി ഇതെല്ലാം കോമൺ ആണല്ലോ. കാര്യം ഇവരെല്ലാവരും ഞാൻ ഈ പറഞ്ഞ അർമാൻ മലിക് 2 ഭാര്യയായിട്ടുള്ള അർമാൻ മലിക്, നമ്മുടെ ഇവിടുത്തെ ബഷീർ ബാഷി തന്നെയാണ് അവിടുത്തെ അർമാൻ മലിക്, വ്യത്യാസമൊന്നുമില്ല. അർമാൻ മലിക്കിൻ്റെ ചെറിയ വേർഷനാണ് നമ്മുടെ ബഷീർ. അപ്പോൾ 2 ഭാര്യയുണ്ട്, 4 മക്കളുണ്ട്. അപ്പോൾ ഈ 2 ഭാര്യയും ഇയാളും കൂടെ ഒന്നിച്ചാണ് ഹിന്ദി ബിഗ് ബോസിൽ പോയത്. സോ അവിടെയും വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു. അതെ, വോട്ട് വീഡിയോസ് അതേപോലെ തന്നെ എല്ലാവർക്കും വീഡിയോസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. പക്ഷെ എനിക്ക് തോന്നി ഇവിടെ ഫസ്റ്റ് വീക്ക് നോമിനേറ്റഡ് ആയി എന്ന് രേണു പറഞ്ഞു. അതാവാം, അല്ലെങ്കിൽ ഇങ്ങനെ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് ഞാൻ നോമിനേറ്റഡ് ആവുന്നു, തേർഡ് വീക്കിന്. പക്ഷെ ഞാൻ ഇവരുടെയൊക്കെ വീഡിയോസ് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്ന് ഇവർ അകത്തിരിക്കുമ്പോൾ തന്നെ ഇവരുടെ വീഡിയോസ് പുറത്ത് കാണിക്കുന്നത്. അത് ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര കുറച്ചും കൂടെ മലയാളം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തപ്പെട്ട സ്ട്രിക്റ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ ഫസ്റ്റ് വീക്ക് നോമിനേറ്റഡ് ആണെന്ന് ഈ ഒരു സെൻറ്റൻസ് രേണു പറഞ്ഞില്ലായിരുന്നെങ്കിൽ അത്ര പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു സെൻറ്റൻസ് ആണ് രേണുവിനെ പെടുത്തിയത്, ഞാൻ ഫസ്റ്റ് വീക്ക് നോമിനേറ്റഡ് ആണ്. പക്ഷേ ഇവരാരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല, എനിക്ക് വോട്ട് ചെയ്യണം, ഞാൻ വോട്ടിങ് വന്നാൽ നിങ്ങളെല്ലാവരും എന്നെ രക്ഷപ്പെടുത്തണം, ഇങ്ങനെയൊക്കെയാണ് ഈ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇത് ടോപ്പ് യൂട്യൂബേഴ്സാണ് ഇന്ത്യയിലെ തന്നെ. സോ അതായിരിക്കാം കാരണം.
അതാവാനാണ് ചാൻസ്. രേണു എന്തായാലും ക്യാമറയിൽ പോയിട്ട് മാപ്പൊക്കെ പറയുന്നുണ്ട്, കസിനാണ് ഇത് ചെയ്തത്, കസിൻ അത് ചെയ്യാനുള്ള കാരണം ഇതാണെന്നാണ് തോന്നുന്നത് കേട്ടോ. പക്ഷേ ഈ ഒരു സെൻറ്റൻസ് രേണു പറഞ്ഞതാണ് രേണു പെട്ടത് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാര്യം ഇത് ഓൾറെഡി ബിഗ് ബോസിൽ പോകുന്ന കണ്ടസ്റ്റൻസ് ഇതൊക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ ബിഗ് ബോസ് ഹിന്ദിയൊക്കെ തമിഴും മറാത്തിയും ഒക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും ഇത് കോമൺ ആണ് എന്നുള്ള സംഭവം പറയലുണ്ട് എന്നുള്ളത്. അപ്പം ഞാനും ഇന്നലെ ഇത് കണ്ടപ്പോൾ ഇത് ഇത്ര വലിയ കാര്യമാണോ എന്ന് തോന്നി. എനിക്ക് ഇത് രേണുവിൻ്റെ വീഡിയോ വന്നപ്പോഴും എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ ഞാനിത് ശ്രദ്ധിച്ചില്ല കേട്ടോ, ഈ ഫസ്റ്റ് വീക്ക് നോമിനേറ്റഡ് എന്ന് പുള്ളിക്കാരി പറഞ്ഞ കാര്യം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇത് പുറമേ കണ്ട, ഞാൻ തുറന്നു പോലും നോക്കിയില്ല വീഡിയോ എന്താണെന്നുള്ളത്. ഞാൻ വിചാരിച്ചാൽ ഇത് എന്തോന്നാണ്, ഇതെല്ലാവരും ഇന്ത്യയൊക്കെ എല്ലാവരും ചെയ്യണം തന്നെ അല്ലേ എന്നുള്ള രീതിയിൽ. വലിയ കാര്യമില്ലല്ലോ. നമ്മുടെ ഇവിടെ ആൾക്കാർ 25,000 പേര് കാണുമെങ്കിൽ അവിടെ 1 കോടി ആൾക്കാരാണ് കാണുന്നത് ലൈവ്. അത്രയും വ്യത്യാസമുണ്ട്. സോ അത്രയും ഹ്യൂജാണ് അവിടുത്തെ ഫാൻസ് എന്ന് പറയുന്നത്. സോ അവർക്ക് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ഇവിടെയും കുഴപ്പമുണ്ടാവില്ല എന്നാണ് ഞാനും വിചാരിച്ചത്. പക്ഷേ ഇത് വലിയൊരു പ്രശ്നമായിട്ട് അത് രേണുവിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു. അപ്പോൾ അത് മിക്കവാറും അതാണ് രേണുവിന് ഭയങ്കര വിഷമായി മാപ്പ് പറഞ്ഞത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാകും ചേച്ചി ഇത് വലിയ പ്രശ്നമാണോ എന്നുള്ളത്. കാര്യം എല്ലാവരും ചെയ്യുന്നുള്ളതല്ലേ, അപ്പോൾ അത് പ്രശ്നമാണ്. ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞുകൊണ്ടാകാം ഇതൊരു പ്രശ്നമായത്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും ഇതാണ് രേണു എന്തായാലും മാപ്പൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി വീഡിയോസ് വരുമോ എന്നറിയില്ല, പക്ഷെ സാധാരണ വീഡിയോസൊക്കെ ഇടാൻ തോന്നുന്നു കേട്ടോ. നേരത്തെ എടുത്തു വെച്ച വീഡിയോസ്, അതായത് ഈ നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്നതൊക്കെ ഇടാൻ തോന്നുന്നു. എനിക്കറിയില്ല, അങ്ങനെ പിടിക്കത്തൊന്നുമില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് അവരിടുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് അവർ ബിഗ് ബോസിനകത്തായിരിക്കുമ്പം ഇവർ നോർമൽ വീഡിയോസ് ഇടുകയാണ്. UK റൈഡറൊക്കെ ട്രൈ. അപ്പം ഞാൻ ആലോചിച്ചു ഇത്രയും വീഡിയോസ് ഇവർ എടുത്തു വെച്ചു എന്ന്. 100 ദിവസത്തെ വീഡിയോസ് ഇടാ, 100 ദിവസത്തെ വീഡിയോസ് എടുത്തു വെച്ചേക്കാണ്. എന്തെന്ന് വോട്ട് ചെയ്യണം എന്നല്ല, ഓരോ വ്ളോഗുകൾ എടുത്തു വെച്ചേക്കാം. വണ്ടിയിൽ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, അതിനൊക്കെ നല്ല വ്യൂസും ഉണ്ട്, നല്ല വ്യൂസും. ഞാൻ അവിടെ പോകണു ഇവിടെ പോകണം. അപ്പം ഞാൻ ചെയ്തു ഇത്രയും പ്രിപ്പറേഷനോ. നമ്മളൊക്കെ 100 ദിവസത്തേക്കുള്ള വീഡിയോസ്, അതായത് വലിയ വ്ളോഗുകൾ എടുത്തു വെക്കുന്നത്. ഇവിടെ 1-2 വ്ളോഗ് ഇടാൻ തന്നെ പ്രയാസമാണ്. അപ്പോൾ ഇത്രയും വ്ളോഗുകളൊക്കെ എടുത്തു വെക്കണം. പക്ഷേ UK റൈഡറൊക്കെ നെഗറ്റീവ് അടിക്കുക ചെയ്തത്. അത് വ്ളോഗ് കാരണമല്ല, പുള്ളിക്കാരൻ്റെ ഗെയിം കാരണം നെഗറ്റീവ് ആവേ ചെയ്തത്. പക്ഷേ അത് അർമാനും ഫുക്ര ഇൻസാനൊക്കെ ഭയങ്കരമായിട്ട് കയറി, ഭയങ്കര ഹൈപ്പായിരുന്നു. അവർക്കൊക്കെ നല്ല കുറച്ചും കൂടെ ഭയങ്കര പോസിറ്റീവും നെഗറ്റീവും കൊണ്ടിട്ട് ഹൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.